ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്കാണ് നമ്മളെ Q&A മാരൊക്കെ വരല്. ഇപ്രാവശ്യം Q&A ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ നമ്മളടുത്ത് കുറെ ആൾക്കാര് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ആഷിക. പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്തുള്ള ഫാമിലിന്റെ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടേനു അതിടാൻ കൊള്ളില്ല പക്ഷെ എന്നാലും കുറെ ആൾക്കാർക്ക് ഭയങ്കര നിർബന്ധം നമ്മളത് ഇട്ടേ മതിയാവുള്ളൂ ഒന്ന് കാണാനുള്ള പൂജ. അപ്പൊ എല്ലാവരും എടുത്തു പക്ഷെ എടുത്തില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കോലം വളരെ മോശം. എന്റെ വാപ്പന്റെ ഇമ്മന്റെ ഞമ്മള് പറഞ്ഞ് എത്ര ഞാൻ ഫിൽറ്റർ ചെയ്ത് നോക്കി. ഫിൽറ്ററിന്റെ പ്രശ്നമല്ല, കാരണം നമ്മളിപ്പോ ഒരു എന്താ പറയാ നമ്മള് സർപ്രൈസ് മാതിരി കൊടുക്കാണല്ലോ, അപ്പൊ മാറ്റിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരൊക്കെ എങ്ങനെയാണോ ഉള്ളത് ഈ ഒരു ഇതിലാണ് നമ്മള് ചിലപ്പോ ഷോൾ ഉണ്ടാവൂല. അപ്പൊ ഈ ഒരു അതുകൊണ്ട് കൊറേ ആൾക്കാർ ഇടാൻ പറ്റൂല, എന്നാലും നമുക്ക് ഇടാൻ പറ്റുന്ന രണ്ടു മൂന്ന് ആൾക്കാർ നമ്മൾ ഇട്ടത്. അപ്പൊ എന്താ പറയാ, നമ്മള് ഓരോന്നോരോന്നായിരിക്കും കാണിച്ചു തരാം. പക്ഷെ ചിലത് നമുക്ക് വിഷ്വൽ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വോയിസ് മാത്രമായിരിക്കും. അത് നിങ്ങള് വോയിസിൽ നിങ്ങള് അത് മൈക്ക് എന്റെ മൈക്ക് ഓക്കെയാണോ എന്റെ മൈക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ എന്റെ ഫസ്റ്റിന്റെ പെങ്ങളതാണ്. അപ്പൊ അവളത് ഫേസ് കാണിക്കാത്ത ഇതല്ല. എന്നാൽ ഞാൻ പറ്റുമോ നോക്കില്ല, വോയിസ് കുറച്ച് എടുക്കാം. ഭയങ്കര എക്സ്പ്രഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. എളാമയും അമ്മായിയും എന്നൊക്കെ പറയുമ്പോ അതായത് ആഷിഖാന്റെ സിസ്റ്റർ ഡെലിവറി കഴിഞ്ഞ ഒരു ബേബി ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ കേട്ടോ പറഞ്ഞത് അമ്മയും അമ്മായിയും ഒക്കെ അപ്പൊ എല്ലാരും വിചാരിക്കും ഇതെന്താ എന്റെ സിസ്റ്ററിന്റെ ഈ അടുത്ത ഡെലിവറി 5 months ആണ്. അപ്പൊ ഞാന് അടുത്ത ഉമ്മയും വാക്കി നമുക്ക് മനസ്സിലായിക്കില്ല. ഉമ്മ ആണെങ്കില് കണ്ണട ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് എന്താ കൊടയെ കൊടുത്തിട്ട് ഉമ്മക്ക് എന്താ ഇതെന്താന്ന് ഞാൻ ചോദിച്ചിരിക്കും. അപ്പൊ അവിടെ നിന്ന് എന്താ കൊണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയത് ഇപ്പാട്ടോ. ഇപ്പൊ എന്റെ ഭർത്താവ് കേട്ടാണ് ഉമ്മ മനസ്സിലാക്കിയത്. അപ്പൊ കുറച്ച് വിഷ്വൽ ഇപ്പന്റെ വിഷ്വൽ ഞാൻ കുറച്ച് കാണിച്ചതാണ്. ഉമ്മനെ കാണിക്കാൻ കൊള്ളൂല, ഉമ്മനെ കാണിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടോ. പിന്നെ അടുത്തത് അത് നമുക്ക് ഇത് പ്രശ്നമില്ലല്ലോ. ഇത് നമ്മള് ഇതിന്റെ വീടിന്റെ താഴത്ത് കൊടുക്കല്ലേ. ആരാ വർക്കണ്ടേ? ഈ സാധനം നമുക്ക് എന്തൊക്കെ അറിയാം. ഇത് നമ്മളെ ഈ പ്രശ്നമില്ലാത്തത് കൊണ്ട് വിഷ്വല് ഇതിൽ കൊടുക്കും വിത്ത് വോയിസാ. ഞാനെന്ത് കാണുന്നില്ല മേലോട്ട്. എന്താ ഒന്ന് വരാൻ നേരം രണ്ടുപേരെന്താ എനിക്ക് അറിഞ്ഞില്ല. നല്ല മണ്ണുണിനാണല്ലോ പഠിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ. ഒരട്ടി സംഭവം ഉണ്ട് ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അത് മറ്റേ നമ്മളെ വെഡിങ്ങിന് മുമ്പേ എന്ന് പറഞ്ഞ ശരിയാണ്. ആഗ്രഹമായിരുന്നു അത്. വേറെ ആർക്കല്ല, ഇന്ത ആൾക്കാരാണ് അത് വേണ്ടിയത്. ഇനി അടുത്ത ആളെ സെലക്ട് ചെയ്യാം. ഇതാരേനും കുഞ്ഞിമ്മ കഴിഞ്ഞ് ബാസി. അടുത്ത നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മളെ ബ്രദർ ആട്ടോ. ഒന്നുമില്ല, വെറുതെ വിളിച്ച. അങ്ങനെ കിട്ടില്ല. അങ്ങനെ വെറുതെ വിളിച്ചു നോക്കിയേ. അങ്ങനെ വെറുതെ വിളിച്ച് അതാണ് ഓന്റെ റിയാക്ഷൻ. ഓൻ്റെ നമുക്ക് കുറച്ച് കൊടുക്കാം. ആദ്യം വെച്ചിട്ടൊന്ന് നോക്കാം. ലേശം നിങ്ങൾ എന്തായാലും ഓന്റെ നമ്മൾ കിട്ടും. ഇനി അടുത്ത് അന്നല്ലേ ഗുഡ് ന്യൂസ് ഇതാ. അടുത്താണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളെ ഇതുവരെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്
എൻ്റെ പെങ്ങളെ കാണിച്ചാൽ ഈ ഓർഡർ ഈ വീഡിയോ കാണിക്കുന്ന ഓർഡർ ഞാൻ പറയുന്നത് ഫസ്റ്റ് പെങ്ങളെ കാണിച്ച് പിന്നെ പെനും ഇമ്മനെയും കാണിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ഇവളെ വീട്ടിലേക്കാണ്. നമ്മളെ ഇത് രാത്രി അങ്ങനെ മിക്സൊക്കെ ഒക്കെ എടുത്തത്. അപ്പൊ ഇവളെ വീട്ടിൽ പോയിട്ട് വെളുപ്പൊക്കെ കാണിച്ച് ആ സമയത്ത് നമ്മൾ കുഞ്ഞിമ്മനെ വീഡിയോ കോൾ ചെയ്തതാ. പിന്നെ എല്ലാരും ഓ ഷിറ്റ് അതിന്റെ ഫോൺ നമുക്ക് എടുക്കാം. അപ്പൊ ഇനി വരാണ്ട് കൊറേ വരാണ്ട് ഇവന്റെ ഇതെല്ലാം ആഷിക ആൻഡ് ഞാൻ വി ആർ പ്രഗ്നന്റ്. ഫോട്ടോ അയച്ചിരുന്നില്ല, ഇതിങ്ങനെ കാണിച്ചു തരുള്ളൂ, ഫോട്ടോ അയച്ചു. ഇനി ഏടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? അതേനു എന്തിനു പൊയ്ക്കോ? മുടിക്കടിക്കാണോ നിന്നോട് ആദ്യം ചോദിക്കാ? അവന് ഇതെന്ത് മുടിക്കടിക്കാണോ? ഞാൻ വീഡിയോ അതന്നെ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഇവന്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ബോക്സ് കൊടുക്കണം. കാരണം അത്രയും എന്താ പറയാ ഉമ്മന്റെ അനിയത്തിന്റെ മോനാണത്. യെസ്. അപ്പൊ ഇനിയിപ്പോ എന്റെ ഉമ്മന്റെ നമുക്ക് എടുക്കാം. ഇത് നിങ്ങളെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളൊരു വീഡിയോ എടുത്തത്. ഇതിൽ നമുക്ക് ഒരുപാട് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് വൃത്തിക്ക് കിട്ടിയത് ഇവളപ്പന്റെയും ഉമ്മന്റെയും വീഡിയോ ആയിരുന്നു. അത് എന്നോട് ചെറുതായിട്ട് ഡിലീറ്റ് ആയിപ്പോയി അല്ലേ? അതിന്റെ കുറച്ച് ഞാൻ കാര്യമായിട്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് നല്ല വൃത്തിക്കിട്ട്, കാരണം നമ്മൾ ആ ഹാളിൽ പോയിരുന്ന് നമ്മൾ ഈ ഒരു ഇതിലാണെങ്കിൽ ഒരു സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സോഫയിൽ ഉമ്മയും വാപ്പയും രണ്ടാളും കൂടി ഒരുമിച്ച് കിട്ടുകയും ചെയ്ത്. കാരണം നമ്മൾ പോയെന്ന് രണ്ടാളവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് സംസാരിക്കാൻ പോലെ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത് കൊണ്ടുപോയി കാണിക്കുന്നത്. ആഷിക ഫോണില് എടുക്കുകയൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് കിട്ടും. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ വീഡിയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം ആ വീഡിയോ നല്ല ക്ലീന് അത് ആഷിക കൊണ്ടുപോയി ഡിലീറ്റ് ആക്കി. ഞാനാണെന്ന് ചിലപ്പോ കിട്ടുമോ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിപ്പോ എന്റെ ഫോണിൽ അടിച്ചു പറിക്ക് നോക്കി കിട്ടുന്നില്ല. അപ്പൊ നല്ലൊരു നമുക്കൊരു മിസ്സിംഗ് ആണ്. കുറച്ച് മാസമായല്ലോ മുന്നത്തെ, മുമ്പത്തെ ആഷിക സൂക്ഷിച്ച് വെക്കേണ്ടതായിരുന്നു. അങ്ങനെ അത് മിസ്സായിപ്പോയി. എന്ത് ചെയ്യാനാ? അപ്പൊ എന്താ പറയാ, ഇതൊക്കെയാണ് നമ്മളെ ഭയങ്കര ഫീൽ അത് സാധനം. പോട്ടെ, നമുക്ക് പിന്നെ ലൈഫ് ടൈമിൽ നമുക്ക് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോ അടുത്ത ബേബി വരുമ്പോഴേക്കും അത് ഇത്ര ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്താ പറയാ, നമ്മള് ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഞാൻ കൊണ്ട് ഡിലീറ്റ് ആക്കിയപ്പോ അത് പോയി. പിന്നെ നമുക്ക് വിചാരിച്ച എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞെങ്കിൽ ഇത് ഇടണോ വേണ്ടേന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞു. ഞാനും ഇവിടെ നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യണോ ഇടണോ. അപ്പൊ അവള് പറഞ്ഞു വിഷ്വൽ ഇല്ലല്ലോ. ഞാനും പറഞ്ഞു വിഷ്വൽ ഇല്ല. പക്ഷെ നമ്മളോട് ചോദിച്ചു ഫാമിലി റിയാക്ഷൻ നിങ്ങൾ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ അടുത്തുള്ള വിഷ്വൽ വെച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്താണ്. അപ്പൊ നമ്മളോട് ചോദിച്ച സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അതില് വോയിസ് പോലും ഇല്ല. ആഷിക ഇങ്ങനെ ആക്ഷൻ കാണിക്കില്ലായിരുന്നു. ഞാൻ നല്ല മോർണിംഗിൽ തന്നെ അതെന്താ നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്, ഞാൻ നല്ല ഉറക്കത്തെത്തിട്ട് ഒരാളുടെ മറ്റേ പ്രേതമായി ഇരുന്നിട്ട് തോണ്ടുന്നില്ല. അതും മുടിയൊക്കെ അയച്ചിട്ട് എന്താ പിന്നെ രാവിലെ ഉറക്കത്ത് എണീച്ചിട്ട് ഇപ്പൊ ഞാൻ മുടിയൊക്കെ കെട്ടി പൗഡറൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അതേമാതിരി എക്സൈറ്റ്മെന്റ് എനിക്കിത് കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ പിന്നെ എനിക്ക് ഞാൻ എന്തൊക്കെ കളിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിലും ലുങ്കിയാക്കിയത് ഷർട്ട് ഇട്ടില്ല. ഞാൻ ഉളപ്പം എന്റെ ചത്തലിങ്കി ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്റെ നാട്ടിക്കുന്നത്. അങ്ങനെ ആ വീഡിയോ നമ്മൾ ഇടായിട്ടാണ്. കാരണം അല്ലെങ്കിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിതൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ഇത്രയും ഇമോഷൻസ് നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യണമെന്നോ അത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത് എടുക്കണമല്ലോ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് ഫസ്റ്റത്തെ ഞാനും ഓരോ എക്സ്പീരിയൻസ് എന്ന സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എടുത്തത്. പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മളെ ശരിക്കും കുറേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ മെമ്മറീസിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കപ്പോഴാണ് ഞാൻ അവിടെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, എന്താ പറയുക, നല്ല ഫേസ് അപ്പോൾ നല്ലപോലെ നിൽക്കാത്ത ആൾക്കാർക്ക് നമുക്ക് വോയിസ് കൊടുക്കാം, പറ്റുന്ന ആൾക്കാരുടെ ഫേസും കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്ര ആള് ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ ഡിലീറ്റ് ആക്കി പോയതാണോ ഇനി എങ്ങനെ ഡിലീറ്റ് ആക്കി ഓർമ്മയില്ല, ഞാനൊക്കെ കറക്റ്റായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നിമിഷമാണ് ആൾ കാണുന്നത്, ആ വീഡിയോ ഈശ്വര് കാണാത്തത്. അപ്പോൾ ആൾ കുറച്ച് ഡെസ്പായി പോയി. പോട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ബൈ.